ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നടത്തുന്നതിനെ സംബന്ധിച്ച് തന്നെ മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് മാധ്യമ താല്പര്യങ്ങളുടെ ഭാഗമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. മുന്നണിയിലെ എല്ലാ പാർട്ടികളിലും പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവമായ ചില പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തത്. UDF ഗവൺമെൻറ് അധികാരമേറ്റ് 3 മാസം പൂർത്തിയാവുകയാണ്. ആഗസ്റ്റ് 18-ന് 3 മാസമാകും. ഈ 3 മാസ കാലയളവിൽ ഗവൺമെൻറ് തുടരുന്ന നടപടികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയാകെ പിറകോട്ടടിപ്പിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ തന്നെ BJPയുമായുള്ള അവിഹിതമായ ബന്ധമുറപ്പിക്കാനാണ് UDF നേതൃത്വം പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കാനിടയായി. ആ 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിലൊരു 30 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ഈ ബന്ധം RSS സംഘപരിവാർ ശക്തികളുടെ താല്പര്യമനുസരിച്ചുള്ള BJPയുമായിട്ടുള്ള ഈ ബന്ധം UDF തുടരുകയാണ്. ഇവിടെ എടുത്തു വരുന്ന ഓരോ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാലും പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗ്രാമീണ ജനവിഭാഗങ്ങളിൽ പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. 1-ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം. പ്രധാന പരിഗണന നൽകിയിരുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയെന്നോ മുകളിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണമെന്നുള്ളതും നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. 1-ാം UPA ഗവൺമെൻറ് കാലം മുതൽ BJP ഗവൺമെൻറ് കാലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുന്ന തുകയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെ നിശിതമായി വിമർശിക്കുകയും കേരളത്തിന് അർഹമായ വിഹിതം ലഭ്യമാക്കുക എന്ന ആവശ്യം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് 60:40
60% ഈ പദ്ധതി ചെലവിൻ്റെ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും എന്ന നിലപാടിലേക്ക് BJP ഗവൺമെൻറ് കൊണ്ടുവന്നു ഈ പദ്ധതിയെ. ഈ നിലപാടിനോട്, കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനോട് UDF ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? ഇതാണൊരു പ്രശ്നം. UDF ഗവൺമെൻറ് ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലോ ബഡ്ജറ്റ് അവതരണ സന്ദർഭങ്ങളിലോ കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെ UDF ഗവൺമെൻറ് എതിർത്തില്ല. എതിർക്കാതിരിക്കുന്നതിനുള്ള കാരണം BJPയോടുള്ള ആഭിമുഖ്യം തന്നെയാണ്. ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ സമീപനം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ UDF MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ, എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വന്ദേ മാതരം ആലപിക്കുന്നതിന് നിർദ്ദേശം നൽകി. വന്ദേ മാതരം ആലപിച്ചു എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും ആലപിച്ചു. ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്താ? ജനഗണമനയാണ്. വന്ദേ മാതരത്തോടുള്ള സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വരികളും മതനിരപേക്ഷ നിലപാടിൽ നിൽക്കുന്നതല്ല. അതിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ, ആദ്യത്തെ 2 ഖണ്ഡിക ഇന്ത്യയുടെ പൊതു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതിന് അഭിപ്രായ വ്യത്യാസമില്ല. മറ്റ് ഭാഗങ്ങൾ മതനിരപേക്ഷ നിലപാടുകൾക്കെതിരായതുകൊണ്ട് അത് ആലപിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ പൊതുവെ തീരുമാനിച്ചിട്ടുള്ള പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും അഖിലേന്ത്യാ കമ്മിറ്റിയും ഈ നിലപാടിലാണ് നിന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിലേക്ക് പ്രവേശിച്ച ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് ഈ വന്ദേ മാതരം AICC ആഫീസിൽ ആലപിച്ചു. ആലപിക്കുന്ന സമയത്ത് അതിനോടുള്ള എതിർപ്പ് ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ആ വേദിയിൽ തന്നെ അതിൻ്റെ അസംതൃപ്തി പ്രകടിപ്പിച്ചത് ചാനലിലൂടെ നമുക്ക് കാണാനായി. എന്തതിൻ്റെ അടിസ്ഥാനം? ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നു. ഇതിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ആശയങ്ങൾക്കനുസൃതമായ നിലപാട്, മൃദു ഹിന്ദുത്വ സമീപനം നേരത്തെ തന്നെ ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നാം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനമാണ്. ആ വിമർശനം ശരിയാണെന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളിലൂടെയെല്ലാം അവർ സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോട് കോൺഗ്രസിൻ്റെ നിലപാടാണ് വിശദീകരിക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ത് എന്നുള്ളത് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 15-ൻ്റെ ഈ ഗീതം വന്ദേ മാതരം ഇവിടെ പൂർണ്ണമായി കേരളത്തിൽ ആലപിച്ചിട്ടില്ല. അതത്രയും നല്ലത്. എന്തുകൊണ്ടത് അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നത്? ഇവിടെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ശക്തമായ വിമർശനമാണ്, ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ള വിമർശനമാണ്. ഭരണമുന്നണിക്കകത്ത് തന്നെയുള്ള ചില വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള വിമർശനമാണ് അതിലേക്ക് എത്തിയത്. ഇത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്, വർഗീയതയ്ക്കെതിരായ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നു,
ലീഗിൻ്റെ പിന്തുണയോടെ ഇത് ഈ നാട് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് വഖഫ് നിയമത്തിൻ്റെ പ്രശ്നം. വഖഫ് നിയമത്തിൻ്റെ പ്രശ്നത്തിൽ മുസ്ലിം അല്ലാത്തവർ വഖഫ് ബോർഡിൽ വരാതിരിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ സ്വീകരിച്ചത്. ആ സമീപനത്തിൻ്റെ ഭാഗമായി നിയമസഭയെ ഒറ്റക്കെട്ടായി നിർത്താനും വഖഫ് സംരക്ഷിക്കത്തക്ക നിലയിലുള്ള കാഴ്ചപ്പാട് ഉയർത്താനും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ സമീപനം? ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിലൊരു കേസ് വന്നു. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആ സുപ്രീം കോടതി കേസ്, അത് സുപ്രീം കോടതിയിൽ കേസിൻ്റെ അന്തിമ വിധി വരെ വരുന്നത് വരെ ഈ പ്രശ്നത്തിൽ അവർക്ക് കാത്തു നിൽക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ വഖഫിൻ്റെ സെക്ഷൻ 14 അനുസരിച്ച് 2 അമുസ്ലിമുകളെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം എന്ന നിലപാടിനെ ന്യായീകരിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു. വളരെ പ്രശസ്തനായ ഒരു സീനിയർ അഡ്വക്കറ്റ് ജഗദീഷ് ഗുപ്ത അദ്ദേഹത്തെ കൊണ്ട് വാദിച്ചു ഈ 2 പേർക്ക് അംഗീകാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. കൂട്ടത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായ മർസുഖ് ബാഫഖി തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹവും ജഗദീഷ് ഗുപ്തയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ സംഭവിച്ചു. ഇത് അർത്ഥമാക്കുന്നത് എന്താ? കേരളത്തിലെ ഗവൺമെൻറ് ഈ മതനിരപേക്ഷ സമീപനം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ, അതോ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു? വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണോ ഇവിടെ ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചില അവരുടെ ഭരണ നടപടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വ്യാപകമായ പിരിച്ചുവിടൽ, കൂലി വെട്ടിക്കുറയ്ക്കൽ, അതിന് സഹായകരമായ നിലപാടാണ് ഈ ലേബർ കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ലേബർ കോഡ് നടപ്പിലാക്കുക വഴി കൂലിയും തൊഴിലും വൻതോതിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് രാജ്യവ്യാപകമായ ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. കേരളവും ആ ദിശയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലുള്ളപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ നിയമം ഇവിടെ നടപ്പിലാക്കില്ല. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി 29 നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടാണ് ഈ ലേബർ കോഡ് 4 ലേബർ കോഡുകളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അതിനെതിരെ തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതാണ് നില. അപ്പോൾ ഇത്തരം നിലപാടുകൾ, വ്യാപകമായ പിരിച്ചുവിടൽ, ഒരു തത്വദീക്ഷയുമില്ലാത്ത സ്ഥലം മാറ്റം, ഒരു സ്ത്രീ കാസർഗോഡ് ആത്മഹത്യ ചെയ്തു. ഈ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായി ഈ മാനസികമായ പിരിമുറുക്കത്തിൻ്റെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ചൊക്ലിയിൽ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അതിന് കാരണമായി, അവർക്ക് അസുഖമുണ്ട്, അതിന് കാരണമായി നിൽക്കുന്നത് അവരുടെ സ്ഥലമാറ്റമാണ്. ഇങ്ങനെ സ്ഥലമാറ്റം നടത്തിയ ആളുകളെ ഉപദ്രവിക്കുകയാണ്. ഒരാൾക്ക് 4, 5, 6 തവണ സ്ഥലം മാറ്റം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ 3 മാസക്കാലത്തിനിടയിൽ.
ഇത് ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഇതിൻ്റെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്നൊക്കെ വരും. ഇതങ്ങനെയാണ്. സംഘടനയുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് ഉത്തരവിൽ വരെ കോട്ട് ചെയ്യാൻ സ്ഥലമാറ്റം നടത്തുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഈ സ്ഥലമാറ്റം കൊണ്ട് ഭരണരംഗത്ത് വല്ല മാറ്റവും ഉണ്ടായോ? ഇപ്പം എല്ലാവരെയും വേദനിപ്പിച്ച സംഭവമാണല്ലോ കേരളത്തിലുണ്ടായ ഈ അതിശക്തമായ വെള്ളപ്പൊക്കം, കടലാക്രമണം. ഇതെല്ലാം കേരളത്തിലുണ്ടായതല്ലേ? ഈ കടലാക്രമണത്തെ തുടർന്ന് 3 പേർ, കടലും പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് 11 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. അതിൽ 8 മത്സ്യത്തൊഴിലാളികളെ കിട്ടി, അവരുടെ മൃതശരീരം കിട്ടി. 3 ആളുകൾ കടലിൽ ഇങ്ങനെ കാണാതായിട്ടുള്ള ആളുകളെ ആഴ്ചകളോളം കാത്തിരുന്നിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അപകടമുണ്ടായി. ആ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കിട്ടാവുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ തെരയണം. തെരച്ചിലിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രസേനയെ ഉപയോഗിക്കുന്നതിന് പോലും ശ്രമിച്ചില്ല. ഏതൊരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, അയാൾ തടസ്സം നിന്നു എന്നുള്ളൊരു വാദം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സൈന്യത്തെ ഇവിടെ ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ല. തെരച്ചിലിന് കാലതാമസമെടുത്തു. ഉടനെ തെരച്ചിൽ നടന്നില്ല. ആ കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ വാവിട്ട് നിലവിളിക്കലായിരുന്നു ബന്ധുക്കൾ ഈ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും 3 പേരെ കണ്ടെത്തിയിട്ടില്ല. അവർ എങ്ങനെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൃതശരീരം കിട്ടണമല്ലോ. ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വരുന്നത് അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തമുഖങ്ങളിൽ എങ്ങനെ നേരിടണം, അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ കാലത്ത് കേരളം തെളിയിച്ചതല്ലേ? കേരളം കാണിച്ചു കൊടുത്തതല്ലേ? കേരളം അനുഭവിച്ചതല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, വളരെ ധിക്കാരത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുക, ഇതാണ് കേരളത്തിലെ ഭരണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ച, ഇവിടെ സ്വകാര്യ ഉടമകൾ, വിദേശ കമ്പനികൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ പിടിമുറുക്കുകയാണ്. അതിന് സഹായകരമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് ശക്തിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ കേരളം പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആരോഗ്യമേഖല തകർന്നു പോകും, പൊതു ആരോഗ്യമേഖല തകർന്നു പോകും. ആ അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ BJPക്ക് അനുകൂല, കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് PM-ശ്രീ പദ്ധതിയിൽ എടുത്തിട്ടുള്ള നിലപാട്. എന്തായിരുന്നു UDA ഗവൺമെൻറ്? കേരളത്തിലെ ഗവൺമെൻറ് ഇവിടെ ഈ BRC പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചില്ലേ UDF? LDF അത് അവസാനിപ്പിച്ചു. LDF അതിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് യോജിപ്പില്ല, മുന്നണിക്ക് യോജിപ്പില്ല. അതും PM-ശ്രീ ഒന്നല്ല. എന്നാൽ PM-ശ്രീ പദ്ധതി അതിൻ്റെ ചില അംശങ്ങൾ ചേരുന്നതുമാണ്. കേരളത്തിൽ PM-ശ്രീ നടപ്പിലാക്കേണ്ടതില്ല എന്നാണല്ലേ LDF ഗവൺമെൻറ് തീരുമാനിച്ചത്. ആദ്യം ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ഒപ്പിട്ടു, എതിർപ്പ് വന്നു, ആലോചിക്കാതെ ഒപ്പിട്ടു, എതിർപ്പ് വന്നു, അത് മാറ്റം വരുത്തുന്നതിന് തീരുമാനിച്ചു. ഗവൺമെൻറ് അത് മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു.
ഇപ്പം എന്താ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇനി PM ശ്രീ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ നല്ല പരിഷ്കരണത്തിലേക്ക് പോയതാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, LDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയതാണ്. നാനാതരത്തിലുള്ള സഹായങ്ങൾ തേടി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഇത്തരമൊരു പരിഷ്കരണ നടപടികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ PM ശ്രീയുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ അനുഭവം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ PM ശ്രീ വഴി ഏതെങ്കിലും ഒരു സ്കൂളിൽ പരിഷ്കരണ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കണം. ഈ നിലപാട് വന്നിരിക്കുക. ലൈഫ് പദ്ധതി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് ഗവൺമെൻറ് ഉറപ്പ് നൽകിയതാണ്. ആ അങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ 4 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുന്നു. സ്വന്തം പൈസ മുടക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് പണം മുടക്കി ഇതിന് കുറച്ചുകൂടി ഉയർന്ന പരിഷ്കരണങ്ങളൊക്കെ ഏർപ്പെടുത്താം. പക്ഷെ 4 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കും. ഈ നിലപാടിനോട് എന്താ ഗവൺമെൻറ്റിൻ്റെ, ഇവിടുത്തെ UDF ഗവൺമെൻറ് നിലപാടെന്താ? ആ പദ്ധതി അതുപോലെ തന്നെ തുടരാൻ അവർ തയ്യാറല്ല. അവരിപ്പോൾ സ്വീകരിക്കുന്നത് 1 ലക്ഷം രൂപ കുറച്ചേ കൊടുക്കുള്ളൂ എന്നാണ്. അങ്ങനെ കൊടുത്ത് കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ സഹായം കിട്ടിയാൽ തന്നെ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം ഈ വീടിൻ്റെ മുമ്പിൽ. ഇതൊരു എത്ര പാവപ്പെട്ടവനായി കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവന് ഒരു സാധാരണ നിലയിലുള്ള ഒരു അഭിമാനമുണ്ടാകും. അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഇത്തരം നടപടികളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി. എന്താ ഇതിൻ്റെ അർത്ഥം? നേരത്തെ അവർ ഇതിനെല്ലാം എതിർത്തതാണ്. എതിർത്തവർ ഇതിന് പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജനദ്രോഹപരമായ സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സർക്കാർ പ്രീഡർമാരായി BJP അനുയായികളെ നിശ്ചയിക്കുന്ന നില വന്നു. സെനറ്റിലും സിൻഡിക്കേറ്റിലും സംഘപരിവാർ അനുഭാവികളെ തള്ളിക്കയറ്റുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു. ഇതിനെല്ലാം UDF ഗവൺമെൻറ് പിന്തുണ നൽകുകയാണ്. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. ഈ രീതിയിലുള്ള നടപടികളിലൂടെ ജനവിരുദ്ധ സമീപനങ്ങളാണ് സ്വീകരിക്കുക. ഇവിടെ ഒരു മിഷൻ സമുദ്ര എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഈ കരിമണൽ ഖനനം അത് സ്വകാര്യവൽക്കരിക്കപ്പെടും. തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കും. ഈ നിലപാടുകളിലേക്കാണ് ഇതുപോലുള്ള പദ്ധതി പ്രാവർത്തികമാക്കുന്നതിലൂടെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തി. സ്വന്തം ചാർട്ട് ചെയ്ത ഹെലികോപ്റ്ററാണ്. അതിന് ആ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചത് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SITയുടെ നിരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രതിയല്ല. അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും പങ്കിടുമെന്ന് നമുക്കറിയില്ല. നമ്മളങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ കൂട്ടി കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി യാത്ര ചെയ്യാമോ? ഇതാണ് ചോദ്യം. മംഗലാപുരത്ത് ചെന്ന് BJP നേതൃത്വവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇത് സതീശൻ, ഞാൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രസ് മീറ്റിൽ ഞാൻ തന്നെ ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടതാണ്. ഇന്ന് വരെ ഒരു വിശദീകരണം തന്നിട്ടില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ വിശദീകരണം എന്ത്? ഇങ്ങനെയൊരു യാത്ര നടത്തിയതിനെ സംബന്ധിച്ച് ശരിയോ തെറ്റോ? എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം? ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം വിശദീകരിക്കണ്ടേ? അഖിലേന്ത്യാ നേതൃത്വം ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ചില പദ്ധതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു എന്താ പറയുക,
ഇന്ദിരാ ഗ്യാരണ്ടി ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചല്ലോ. ആ പദ്ധതി പ്രകാരം KSRTCയിൽ മുഴുവൻ സ്ത്രീകൾക്കും യാത്രാ സൗജന്യം. ഇതാണ് പ്രഖ്യാപിച്ചത്. നടപ്പിലാക്കി വന്നപ്പോഴോ ഓർഡിനറി സർവീസിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രം സൗജന്യം. എന്നാൽ അത് നടപ്പിലാക്കി തുടങ്ങിയല്ലോ. അത് അത്രയും സ്വാഗതാർഹം, സ്വീകാര്യമായ നടപടി. ഞങ്ങളാരും അതിനെ എതിർത്തിട്ടില്ല, അതിന് പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ KSRTC 12,000 കോടി രൂപ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ്റാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ് നൽകിയിട്ടുള്ളത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യവസായമാണ്. ആ ഒരു വ്യവസായത്തിൽ ഗവൺമെൻറ് പണം മുടക്കി ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടുമോ? കൂടുതൽ അപകടത്തിലേക്ക്, നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ അപകടത്തിലേക്ക് KSRTC നീങ്ങുകയാണ്. KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും KSRTCയിലെ പെൻഷൻകാരുടെയും താല്പര്യങ്ങൾ പരീക്ഷിക്കണം. അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമോ? ഇപ്പോൾ വരുന്ന ചെലവെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വഹിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെലവെല്ലാം സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല. ഈ ഗ്യാരണ്ടിയിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അലവൻസ് കൊടുത്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാസം 100 രൂപയുടെ വർധനവ് യാത്രാ ചെലവിൽ അധികം വരികയാണ് ഉണ്ടായിട്ടുള്ളത്. 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്നുള്ള നിലയിൽ ആശ്വാസ നടപടി, ഇൻഷുറൻസ് പദ്ധതി. ഇതിന് എത്രയാണ് ഗവൺമെൻറ് ഫണ്ട് വകയിരുത്തിയത്? ഈ 25 ലക്ഷം രൂപ വീതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 കോടി രൂപയെങ്കിലും ബജറ്റിൽ കാണണം. ഗവൺമെൻറ് വകയിരുത്തിയിരിക്കുന്നത് 10 കോടിയാണ്. 10 കോടി ഇത് നടപ്പിലാക്കാനാണോ? 10 കോടി കൊണ്ട് നടപ്പിലാക്കുക. ഗവൺമെൻറ് വേണമെങ്കിൽ ഇനിയും തുക കൊടുക്കാം. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ സഹായകരമായ നിലപാടല്ല ഈ കാര്യത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് കാണാം. കുട്ടികൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണക്ട് വർക്ക് എന്നൊരു പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ സഹായധനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അത് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി 1000 രൂപ ഒരു മാസം LDF ഗവൺമെൻറ് 2 മാസങ്ങളിലായി 16 ലക്ഷം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ അർഹതപ്പെട്ടവർ 31 ലക്ഷമാണ്. ബാക്കി കൊടുക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ എന്താ UDF ഗവൺമെൻറ് നിലപാട്? ഈ ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനമാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുക. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി 1000 രൂപ സഹായം നൽകുക എന്ന നിലപാടിൽ നിന്ന് അവർ മുന്നോട്ട് പോയി, അവർ പിറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. പവർ കട്ടാണ് കേരളം നേരിടുന്ന ഒരു പ്രശ്നം. നമ്മൾ നിരവധി ദുരന്തങ്ങൾ കേരളം നേരിട്ടു. അക്കൂട്ടത്തിൽ 2018 പ്രളയം, 2019 പ്രളയം, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായോ? നിരവധി സബ്സ്റ്റേഷനുകൾ വെള്ളത്തിലായി, നിരവധി ട്രാൻസ്ഫോമറുകൾ വെള്ളത്തിലായി, വൈദ്യുതി ലൈൻ വലിയ തോതിൽ തകർച്ചയെ നേരിട്ടു. വൈദ്യുതി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും പിന്തുണയോടെ, അവരുടെ മുൻകൈയോടെ ഈ കുറവുകളെല്ലാം അവർ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ഒരു അനുഭവം കേരളത്തിലില്ലേ? ഈ അനുഭവമാണോ കേരളത്തിൽ ഇപ്പോഴുള്ളത്? കേരളത്തിന് വൈദ്യുതിയുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി മുൻകൂട്ടി കേരളത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അധിക വില കൊടുത്ത് വൈദ്യുതി ചിലപ്പോൾ വാങ്ങേണ്ടി വരുന്നിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് കേരളത്തിൻ്റെ വൈദ്യുതിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റി. ഇപ്പോൾ അപ്രഖ്യാപിത പവർ കട്ടിനെ എല്ലാ വിഭാഗം ആളുകളും നേരിടുകയാണ്, എല്ലാ കുടുംബങ്ങളും നേരിടുകയാണ്. അത്തരമൊരവസ്ഥ കേരളം 10 വർഷക്കാലമായി പവർ കട്ട് ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ആ പവർ കട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി കള്ളക്കേസുകൾ, പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്ന നടപടികൾ,
ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിൽ വന്ന ആളുകൾക്കെതിരായിട്ട് കടുത്ത മർദ്ദനം, അവരെ കൈവിലങ്ങ് വെച്ച് കോടതിയിൽ കൊണ്ടുപോകുന്ന നടപടി, ഇതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം നടപടികളെല്ലാം വളരെ അപകടകരമായ നിലയിലാണ് കാര്യങ്ങൾ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. കേരളത്തിൻ്റെ മദ്യത്തിൻ്റെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടന്നു. ഒരു നികുതി കുറയ്ക്കാൻ, മദ്യത്തിൻ്റെ നികുതി എങ്ങനെയാണ്? സ്പിരിറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമുണ്ട്, വിദേശ മദ്യമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം എന്ന ലേബലിൽ പെടുത്തി സ്പിരിറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ 251% നികുതി എന്നുള്ളത് 120% കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ പ്രശ്നം ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഒരു ധവളപത്രം ഇപ്പം 14,400 കോടി രൂപ ഈ 3 മാസക്കാലത്തിനിടയിൽ കേരള ഗവൺമെൻറ് കടം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 14,400 കോടി രൂപ. ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ഇത്തരമൊരു സ്ഥിതിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള കാര്യക്ഷമതയില്ലായ്മ, ഇങ്ങനെയുള്ള നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തെ ബാധിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ തൊഴിലും തൊഴിലവകാശങ്ങളും തൊഴിലാളികളുടെ തൊഴിലും തൊഴിലവകാശങ്ങളൊന്നും സംരക്ഷിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള നിലപാട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ വളരെ ഗൗരവതരമായ ചില ആരോപണങ്ങളും ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ട് വരികയാണ്. അപ്പം MDMA ഉപയോഗത്തെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ചില ആളുകൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം കൂടി ഉപയോഗപ്പെടുത്തി ഈ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുകയും അതിനുള്ള നടപടികളെ സംബന്ധിച്ചിടത്തോളവും ധാരാളം വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഇപ്പോൾ മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പുതിയ പദ്ധതി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുകയാണല്ലോ. ആ പദ്ധതി പോലും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കേണ്ട പദ്ധതി തന്നെയാണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. കുറേയേറെ കുറ്റവാളികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമായ നടപടിയാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിന് സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇങ്ങനെയുള്ള വളരെ ഗൗരവമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇപ്പോൾ ഓണം അടുക്കുകയാണ്. സാധാരണ നിലയിൽ ഓണക്കാലത്ത് കൊടുക്കുന്ന അരി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പൊടുന്നനെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചപ്പോൾ ആ വെട്ടിക്കുറവിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നടന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പ്രതികരണമാണ് ജനപ്രതിനിധികളും ജനങ്ങളും കൂടിച്ചേർന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മതിയായ ഫണ്ട് അനുവദിച്ചിട്ടില്ലെങ്കിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരും. അത്തരമൊരു സാഹചര്യം കേരളത്തിൻ്റെ വികസനത്തെ പിറകോട്ടടിപ്പിക്കും. അതുണ്ടാകാതിരിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന വിഹിതം നൽകുക എന്ന ആവശ്യം ഉന്നയിച്ച് കേരളത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും പ്രക്ഷോഭ സമരങ്ങൾ ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് എത്ര ആളുകൾ മടിച്ചു നിന്ന് കഴിഞ്ഞാലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പൊടുന്നനെയുള്ള എതിർപ്പും പ്രതിഷേധങ്ങളും സമരങ്ങളും കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ ശക്തിപ്പെടുത്തി ഗവൺമെൻറ്റിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലൊരു സമരം നടത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നിലപാടുകളെ ചൂണ്ടിക്കാണിച്ച് അത്തരം നിലപാടുകൾ തിരുത്താൻ തയ്യാറാകണം. ഇവിടെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഓരോ പെശകും ഗവൺമെൻറ് തിരുത്താൻ തയ്യാറാകണം. എന്നിട്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണം. ആ ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുമ്പിൽ കേരളത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഉന്നയിക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഇത്തരം തെറ്റായ നടപടികളിൽ നിന്ന് ഗവൺമെൻറ് പിന്തിരിഞ്ഞ് ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതമുണ്ടാക്കാനുള്ള നിലപാടിലേക്ക് അവരെത്തണമെന്നുള്ളതാണ്. അത്തരം നിലപാടുകളിലേക്ക് ഈ UDFും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറുന്നില്ലെങ്കിൽ കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭം
പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ, ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമം കേരളത്തിൽ നടത്തും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഇതിനോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഈ സ്ഥലം മാറ്റം അതുപോലുള്ള പ്രശ്നങ്ങൾ അടിയന്തര നടപടി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. ഇപ്പം ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ സ്ഥലമാറ്റങ്ങളെല്ലാം നടക്കുക. അത് കേരളത്തിലൊരു സുഗമമായ ഭരണത്തിന് സഹായകരമല്ല. നിരവധി ആളുകൾ അങ്ങേയറ്റത്തെ പീഡനത്തിനിരയാകുന്നുണ്ട്. അത് അടിയന്തരമായി തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. അത് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ കേരളം അതിശക്തമായി മുമ്പോട്ട് പോകും. ഇപ്പോൾ കേരളത്തിൽ 38 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. 38 വാർഡുകളിലേക്ക് അതിൽ കോർപ്പറേഷനുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ മേഖലകളിലാണ് 38 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടുകൂടി അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് യോഗം ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നുള്ളൂ. പറഞ്ഞില്ല, ആഗസ്റ്റ് 18-ന് 3 മാസം തികയുള്ളൂ. അതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമയമൊന്നുമല്ല. പക്ഷേ ഈ 3 മാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, KM ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടില്ലേ. PM ശ്രീ പദ്ധതി എന്ത് ചെയ്യണമെന്നാ ഷാജി പറഞ്ഞ? കടലിൽ എടുത്തെറിയണമെന്നാണ്. ഇപ്പം ഷാജി പറഞ്ഞെന്താ? അന്ന് ഞാൻ കടലിൽ എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കടലിൻ്റെ അപ്പുറത്ത് അഴുക്കുചാല്, അതിനേക്കാൾ വലിയ അഴുക്കുചാല് ഉണ്ടെങ്കിൽ ആ അഴുക്കുചാലിലേക്കാണ് ഈ പദ്ധതി എടുത്തെറിയുന്നത്. ഇത് ലീഗിൻ്റെ സമീപനാണോ? കോൺഗ്രസിൻ്റെ സമീപനാണോ? കേരളത്തിൽ അവരല്ലേ ഇത് നടപ്പിലാക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രായോഗികമായ നിലപാട്? ഇതാണ് ഭരണരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന സമയത്ത്, നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇപ്പം പിരിച്ചുവിടുന്ന എത്രയോ ആളുകൾ സമരരംഗത്ത് വരുന്നുണ്ടല്ലേ. സ്ഥലമാറ്റത്തിനെതിരായി KSRTCയിൽ 21 ജീവനക്കാരെ സ്ഥലം മാറ്റി, ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രം. ആ 21 ജീവനക്കാരും ഒരു യൂണിയനിൽപ്പെട്ടവർ. അതിനകത്തുള്ള 2 പേർ INTUCയിലേക്ക് രാജിവെച്ചു പോയി. ആ 2 പേരുടെയും ട്രാൻസ്ഫർ INTUCയിലേക്ക് രാജിവെച്ചതുകൊണ്ട് റദ്ദ് ചെയ്തു കൊടുത്തു. ഇത് ശരിയാണോ? ഇതൊരു ഭരണ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു നിലപാടാണോ? ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ, ഇതുപോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത്. എൻ്റെ ഒരു PA ഉണ്ടായിരുന്നു. അയാൾക്ക് 5ാമത്തെ ട്രാൻസ്ഫറാണ് തുടങ്ങുന്നത്. അയാൾ അത്ര വലിയ ഒരു സജീവ പൊളിറ്റീഷ്യനൊന്നുമല്ല. അയാളൊരു സാധാരണ സർക്കാർ ജീവനക്കാരനാണ്. അയാളിപ്പം ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുക. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് മാറ്റി, കാസർഗോഡ് നിന്ന് ഇടുക്കിക്ക് മാറ്റി, ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മാറ്റി, പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാറ്റി, പാലക്കാട്ട് നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. ഇതൊരു ജീവനക്കാരനാണേ, മനുഷ്യരല്ലേ അവർ. ഇതുപോലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇതാണ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് തിരുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഈ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തിരുത്തണം ഗവൺമെന്റ്. ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കാലത്തെ ഭരണം, ഇങ്ങനെയല്ലല്ലോ.
അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഇത് തിരുത്തുന്നതിന് വേണ്ടി ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിയും? എത്ര ധിക്കാരത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള, ഞാൻ അടുത്ത ദിവസം നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് കാണേണ്ടി വരും. ഞാൻ അതിൻ്റെ ഒരു പട്ടിക എടുക്കാം. അദ്ദേഹത്തിൻ്റെ നുണകളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇല്ല എന്നല്ലേ പറയുക. എത്ര ആക്ഷേപത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? ഭരണാധികാരിക്ക് ചേർന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ അപഹസിക്കുക, അവരെ അങ്ങേയറ്റം അപമാനിക്കുക, പരിഹസിക്കുക. ഇതൊരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്? ഭരണാധികാരികളുടെ മുമ്പാകെ ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ ആളുകൾ പറഞ്ഞെന്ന് വരും. അവരോട് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് നടക്കുകയാണ് കേരളത്തിൽ. അത് തിരുത്തണമെന്ന് അവരോട് പറയുകയാണ്. ഈ ജനവിരുദ്ധ നിലപാടിൽ നിങ്ങൾ മാറണം എന്നവരോട് പറയുകയാണ്. അത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് ഞങ്ങൾ അടുത്ത മാസം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് തീരുമാനമുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാമല്ലോ. സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ നാടിൻ്റെ മുമ്പിലുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ടല്ലോ, ചാനലുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം വെച്ച് നമുക്ക് പരിശോധിക്കാം. അതിൽ വസ്തുതാവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കണം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടില്ല, ആരെ പറ്റിയാലും പറയാൻ പാടില്ല. നമുക്ക് പരിശോധിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അല്ലല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ NCPയിൽ അവർ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇടയിൽ. NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ദീർഘകാലമായി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് AK ശശീൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് അതിൻ്റെ ഈ മുന്നണിയുടെ ആരംഭഘട്ടം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ആ പാർട്ടിക്കാർ ചില പ്രശ്നങ്ങൾ അത് അവർ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് NCPയുടെ ഒരു പുതിയ നേതൃത്വം അവിടെ വന്നു. അവരാണ് NCPയെ പ്രതിനിധീകരിക്കുക. ഈ പ്രശ്നവും LDFിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞങ്ങളെടുത്തൊരു നിലപാട്, കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ അവസ്ഥയും ഇതെല്ലാം വെച്ചുകൊണ്ട് രണ്ട് വിഭാഗമുണ്ട്. ഇതിൽ വേറെയും ചില കോമ്പിനേഷന് വേണ്ടിക്കൊണ്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ. ലയനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പാർട്ടികൾ. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നത് നല്ലതാണ്, പാർട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഭിന്നിപ്പിനെ ഭിന്നിച്ച് അകറ്റുന്നു പോവുക എന്നുള്ളതല്ല, ഭിന്നിപ്പൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതിന് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പൊതുവെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊരു പരസ്പര ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമായി നിലനിർത്തി പോകാം എന്ന നിലപാട് സ്വീകരിച്ചത്. അതും ഞങ്ങൾ പരിശോധനയിലുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്കതും വളരെ വേഗത്തിൽ ആ പ്രശ്നവും നമ്മൾ പരിഹരിക്കപ്പെടും. അത് ചില ആലോചനകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്, അത് CPI അല്ലേ പറയേണ്ടത്. നിങ്ങൾ CPIക്കാരോട് ചോദിച്ചോ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ന് മുന്നണി യോഗത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടിയോട് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോ. അതേന്ന് ആയിക്കോട്ടെ, അവർക്ക് ഉന്നയിക്കുന്ന ഒരു പാർട്ടിയല്ലേ, അവർ ഉന്നയിച്ചോട്ടെ. അതിനെന്താ, അതാ ഞാൻ ചോദിച്ചത്. പാർലമെന്ററി പാർട്ടി എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തെന്നാ ഒരു യോഗത്തിൽ ഒരാൾ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ പങ്കെടുത്തില്ലെങ്കിൽ ആ പാർലമെന്ററി പ്രവർത്തനത്തിന് എങ്ങനെയാ അത് ബാധിക്കുക? നിങ്ങൾ നോക്ക്, നിങ്ങൾ അവിടെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഭരണപക്ഷത്ത് വരുന്ന ആളുകളെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏതെങ്കിലും പാർട്ടി അവിടെ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ? 3 പാർട്ടികളുടെ പ്രതിപക്ഷത്ത് CPM-ഉം CPI-യും RJD-യും ആ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നില്ലേ? അതെല്ലാന്ന് പറഞ്ഞാൽ അന്നേരം അതല്ലാന്ന് പറയേണ്ടി. ആയിക്കോട്ടെ, അതിനെക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നോട് പറയുന്നതിനാ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. തീർന്നല്ലോ വിഷയം. അതാട്ടെ, എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല.
ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ പ്രശ്നിച്ച് ഇവിടെ ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ച നടത്താത്ത കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയണം നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ മറുപടി പറയാൻ കഴിയുക? അതേന്ന് പ്രശ്നം പരിഹരിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കട്ടെ, എന്നിട്ട് പരിഹരിക്കുക. ഏത് പ്രതിപക്ഷത്തിൻ്റെ? കേരളത്തിൽ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടി? ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ പോലെ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സൗഹൃദമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചെന്ന് വരും, അതിൽ കുഴപ്പമൊന്നുമില്ല. ആ പത്രസമ്മേളനത്തിലെ സൗഹൃദം നമ്മളിങ്ങനെ ആകെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സൗഹൃദമായിട്ട് പരിഹരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിനെ കൊടുത്ത് കാണണ്ട. അതിൻ്റെ ഭാഗമായിട്ടൊന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതില്ല. ആയിക്കോട്ടെ, എനിക്കതിൽ വേറെ വിശദീകരണം ഇല്ല. പറഞ്ഞല്ലോ പ്രശ്നം. നിങ്ങളിനി എത്ര നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതെ, കൺവീനർ ഒരു മോശമാണെന്ന് കണക്കായിക്കോളിയുണ്ട്. കൺവീനറോട് ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല, അത് കൺവീനർ ഒരു മോശമായിട്ട് കണക്കായിക്കോ? തീർന്നല്ലോ പ്രശ്നം. ഞാനത് അഡ്മിറ്റ് ചെയ്തല്ലോ. അങ്ങനെ നിങ്ങൾ മെനക്കെടരുത്. അല്ല, നിങ്ങൾക്ക് അതിൻ്റെ നമുക്കറിയാം, നമുക്ക് ഓരോരോ പത്രത്തിലും ഓരോരോ അജണ്ടയുണ്ട്, ഓരോരോ വിഷയത്തിലും. നിങ്ങളത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരുമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലായിക്കോളി. പക്ഷെ എന്നിട്ട് എന്നെ പത്രസമ്മേളനത്തിൽ വന്ന് ഞാൻ സംസാരിച്ചതിന് എന്നെ ചോദ്യം ചെയ്ത് എന്നെ ശരിപ്പെടുത്തി കളിയെന്ന് അങ്ങനെ കണക്കാക്കരുത്. ഞാൻ വിട്ട് വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനം ഞാൻ ഇന്നും നല്ലതല്ലേ, ഞാൻ കുറേ അല്ലോ നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വരുന്നത്. ഞാൻ മറുപടി പറയാറില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കാറില്ലേ? വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഒരു കാര്യം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? വേണ്ടെന്ന് ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതിനാ? പേഴ്സണലല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, പേഴ്സണലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ ദയവ് ചെയ്തിട്ട് എനിക്ക് ഈ പറയുന്നതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അതിനെന്താ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ കാര്യമല്ലേ. അത് നിങ്ങളല്ല, അത് നിങ്ങൾ ആലോചിക്കേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് LDFന്റെ യോഗം ചേരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ മറുപടി പറയേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ യോഗം ചേരാത്തല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ യോഗം എപ്പോൾ ചേരണം എപ്പോൾ ചേരണ്ട എന്നൊക്കെ തീരുമാനിക്കുക ആ മുന്നണിയിലെ പാർട്ടികളാണ്. പരസ്പരം ആലോചിച്ചിട്ടാണ്. ചിലപ്പോൾ നീണ്ടുപോയി എന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് ചേർന്നു വരും. ഇത് സാധാരണ നിലയിൽ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളിങ്ങനെ ഒരു വിഷയമായിട്ട് എടുക്കുന്നതിനാ? അതിനെക്കൊണ്ട് ഏതെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കടലിൽ പോയ ആളുകളെ തിരിച്ചു എടുക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാതിരുന്നിട്ടാണോ? അവർക്ക് റേഷനരി കിട്ടാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാത്തത് കൊണ്ടാണോ? ഞാൻ പറയും, സർക്കാരിൻ്റെ വീഴ്ചകളെ പറ്റി താല്പര്യമുള്ളവരാണല്ലോ നിങ്ങൾ. അന്ന് കഴിഞ്ഞിട്ടില്ല. എവിടെ കഴിഞ്ഞിട്ടുണ്ടോ? അത് സ്പോണ്ടേനിയസ് ഒന്നല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. പവർ കട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പവർ കട്ടിൻ്റെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. പവർ കട്ടിനെങ്ങനെയാ? പവർ കട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ ആഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പവർ കട്ടിൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട. നമ്മളൊക്കെ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നിരവധി വ്യവസായശാലകൾ. അത് നിങ്ങൾ ആലോചിച്ച് പറയേണ്ട, ഇങ്ങോട്ട് പറഞ്ഞോ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളാണിതെല്ലാം. അത് ചിലപ്പോൾ 3 മാസം മുമ്പുള്ളതായിരിക്കും, ചിലപ്പോൾ 6 മാസം മുമ്പുള്ളതായിരിക്കും. അതിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നം പറയണ്ടേ? അതുകൊണ്ടാണ് ആ പ്രശ്നം പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രശ്നം അതിനെ ഞാൻ ആവർത്തിച്ചെന്ന് വരും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത പത്രസമ്മേളനത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരും. നിങ്ങൾക്ക് എതിർക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാം. ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. അതിലൊന്നും എതിർപ്പൊന്നുമില്ല. വേറൊരു ടോൺ വെച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ലേശം ഇപ്പോൾ പറയേണ്ടി വന്നത്.